എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വരുന്ന LDC പരീക്ഷകൾക്കായിട്ട് സിലബസ് പ്രകാരം തയ്യാറാക്കിയിരിക്കുന്ന 100 ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇക്കോളജി എന്ന പദം ഉദ്ഭവിച്ചത് ഏത് ഗ്രീക്ക് പദത്തിൽ നിന്നാണ്? ഇക്കോളജി എന്ന പദം ഉദ്ഭവിച്ചത് ഏത് ഗ്രീക്ക് പദത്തിൽ നിന്നാണ്? ഓയ്ക്കോസ്. വാസസ്ഥലം എന്നർത്ഥം വരുന്ന ഓയ്ക്കോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഇക്കോളജി എന്ന പദം ഉദ്ഭവിച്ചത്. ഇക്കോളജി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചതാര്? ഇക്കോളജി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ഏണസ്റ്റ് ഹെക്കലാണ്. ഇക്കോളജി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത്. പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ആണ്. പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്. ആധുനിക പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആധുനിക പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് യുജീൻ പി ഓഡും. യുജീൻ പി ഓഡുമാണ് ആധുനിക പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് ആര്? ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് പ്രൊഫസർ റാംഡിയോ മിശ്ര. പ്രൊഫസർ റാംഡിയോ മിശ്രയാണ് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ്. കേരള പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് കേരള പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജോൺ സി ജേക്കബ് ആണ്. കേരള പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര്? ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് റേച്ചൽ കാഴ്സൺ. റേച്ചൽ കാഴ്സൺ ആണ് ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത്. ഏതാണ് റേച്ചൽ കാഴ്സൻ്റെ വിഖ്യാതമായ പരിസ്ഥിതി ഗ്രന്ഥം? സൈലന്റ് സ്പ്രിംഗ്, നിശബ്ദ വസന്തം. സൈലന്റ് സ്പ്രിംഗ് ആണ് റേച്ചൽ കാഴ്സൻ്റെ വിഖ്യാതമായ പരിസ്ഥിതി ഗ്രന്ഥം. നിശബ്ദ വസന്തം എന്ന പുസ്തകത്തിൻ്റെ ഉള്ളടക്കം നിശബ്ദ വസന്തം എന്ന പുസ്തകത്തിൻ്റെ ഉള്ളടക്കം പരിസ്ഥിതിയിൽ കീടനാശിനിയുടെ പ്രത്യാഘാതമാണ് നിശബ്ദ വസന്തം എന്ന പുസ്തകത്തിൻ്റെ ഉള്ളടക്കം. 1972 അമേരിക്കയിൽ DDT നിരോധിക്കാൻ കാരണമായ പുസ്തകം ഏത്? സൈലന്റ് സ്പ്രിംഗ്, നിശബ്ദ വസന്തം. സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകമാണ് 1972 അമേരിക്കയിൽ DDT നിരോധിക്കാൻ കാരണമായ പുസ്തകം. ലോക പരിസ്ഥിതി ദിനം എന്ന്? ലോക പരിസ്ഥിതി ദിനം എന്ന്? ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. മേദിനി പുരസ്കാരം ഏത് രംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മേദിനി പുരസ്കാരം ഏത് രംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മേദിനി പുരസ്കാരം പരിസ്ഥിതി രംഗവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. പരിസ്ഥിതി സംരക്ഷണത്തിനായി കെനിയയിൽ ആരംഭിച്ച ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റിൻ്റെ സ്ഥാപക? വങ്കാരി മാതായി. വങ്കാരി മാതായിയാണ് പരിസ്ഥിതി സംരക്ഷണത്തിനായി കെനിയയിൽ ആരംഭിച്ച ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റിൻ്റെ സ്ഥാപക. പരിസ്ഥിതി പോരാട്ടത്തിൻ്റെ ജോൺ ഓഫ് ആർക്ക് ഗ്രേറ്റ ട്യൂൺബെർഗിൻ്റെ ജീവിതമാസ്പദമാക്കി ബിജീഷ് ബാലകൃഷ്ണൻ എഴുതിയ പുസ്തകം? നിങ്ങൾ കൊല്ലുന്ന ഞങ്ങളുടെ ഭൂമി. നിങ്ങൾ കൊല്ലുന്ന ഞങ്ങളുടെ ഭൂമി എന്ന പുസ്തകമാണ് പരിസ്ഥിതി പോരാട്ടത്തിൻ്റെ ജോൺ ഓഫ് ആർക്ക് ഗ്രേറ്റ ട്യൂൺബെർഗിൻ്റെ ജീവിതമാസ്പദമാക്കി ബിജീഷ് ബാലകൃഷ്ണൻ എഴുതിയ പുസ്തകം. കീടനാശിനി പാക്കറ്റിലെ ചുവന്ന ത്രികോണം എന്തിനെ സൂചിപ്പിക്കുന്നു? കീടനാശിനി പാക്കറ്റിലെ ചുവന്ന ത്രികോണം എന്തിനെ സൂചിപ്പിക്കുന്നു? മാരക വിഷാംശത്തെയാണ് കീടനാശിനി പാക്കറ്റിലെ ചുവന്ന ത്രികോണം സൂചിപ്പിക്കുന്നത്. ഭീമൻ പാണ്ട ചിഹ്നമായിട്ടുള്ള അന്തർദേശീയ സംഘടന ഏത്? WWF, വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. WWF ആണ് ഭീമൻ പാണ്ട ചിഹ്നമായിട്ടുള്ള അന്തർദേശീയ സംഘടന. യുണൈറ്റഡ് നേഷൻസ് സിസ്റ്റത്തിനുള്ളിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങളോടുള്ള പ്രതികരണങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച സംഘടന? UN എൻവയോൺമെൻറ്റ് പ്രോഗ്രാം. UNEP ആണ് യുണൈറ്റഡ് നേഷൻസ് സിസ്റ്റത്തിനുള്ളിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങളോടുള്ള പ്രതികരണങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച സംഘടന. ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം? ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1986 ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്നത്. പരിസ്ഥിതി കമാൻഡോകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലോക പരിസ്ഥിതി സംഘടന ഏത്? പരിസ്ഥിതി കമാൻഡോകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലോക പരിസ്ഥിതി സംഘടന
ഗ്രീൻ പീസ് എന്ന സംഘടനയാണ് പരിസ്ഥിതി കമാൻഡോകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലോക പരിസ്ഥിതി സംഘടന. പ്രകൃതി സംരക്ഷണത്തിനും പ്രകൃതി വിഭവങ്ങളുടെ സുസ്ഥിരമായ ഉപയോഗത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സംഘടന. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ, IUCN. IUCN ആണ് പ്രകൃതി സംരക്ഷണത്തിനും പ്രകൃതി വിഭവങ്ങളുടെ സുസ്ഥിരമായ ഉപയോഗത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സംഘടന. ഇക്കോസിസ്റ്റം എന്ന പദം ആദ്യം നിർദ്ദേശിച്ചതാര്? ഇക്കോസിസ്റ്റം എന്ന പദം ആദ്യം നിർദ്ദേശിച്ചത് ആർതർ ജി ടാൻസ്ലി. ആർതർ ജി ടാൻസ്ലിയാണ് ഇക്കോസിസ്റ്റം എന്ന പദം ആദ്യം നിർദ്ദേശിച്ചത്. ജൈവ വൈവിധ്യം, ബയോഡൈവേഴ്സിറ്റി എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞനാര്? വാൾട്ടർ ജി റോസൻ. വാൾട്ടർ ജി റോസനാണ് ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ. 2021 പരിസ്ഥിതി ദിന സന്ദേശം എന്ത്? 2021 പരിസ്ഥിതി ദിന സന്ദേശം പരിസ്ഥിതിയുടെ പുനഃസ്ഥാപനം, എക്കോസിസ്റ്റം റിസ്റ്റോറേഷൻ എന്നതാണ് 2021 പരിസ്ഥിതി ദിന സന്ദേശം. 2022 പരിസ്ഥിതി ദിന സന്ദേശം എന്ത്? ഒരേയൊരു ഭൂമി, ഓൺലി വൺ എർത്ത് എന്നതാണ് 2022 പരിസ്ഥിതി ദിന സന്ദേശം. 2023 പരിസ്ഥിതി ദിന സന്ദേശം എന്ത്? 2023 പരിസ്ഥിതി ദിന സന്ദേശം പ്ലാസ്റ്റിക് മലിനീകരണത്തെ ചെറുക്കുക, ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നതാണ് 2023 പരിസ്ഥിതി ദിന സന്ദേശം. അന്തരീക്ഷത്തിൻ്റെ ഉയർന്ന ഭാഗങ്ങളിൽ ഒരു പാളിയായി ഓസോൺ വാതകം കേന്ദ്രീകരിച്ചിരിക്കുന്നത് അറിയപ്പെടുന്നത്? ഓസോൺ പാളി. ഓസോൺ പാളി എന്നാണ് അന്തരീക്ഷത്തിൻ്റെ ഉയർന്ന ഭാഗങ്ങളിൽ ഒരു പാളിയായി ഓസോൺ വാതകം കേന്ദ്രീകരിച്ചിരിക്കുന്നത് അറിയപ്പെടുന്നത്. ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന ഉൽപ്പന്നങ്ങളെ നിരോധിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ഉടമ്പടിയായ മോൺട്രിയൽ പ്രോട്ടോകോൾ രൂപം കൊണ്ട വർഷം? 1987 ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന ഉൽപ്പന്നങ്ങളെ നിരോധിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ഉടമ്പടിയായ മോൺട്രിയൽ പ്രോട്ടോകോൾ രൂപം കൊണ്ട വർഷം. ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ പാളി. ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ പാളി സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ വാതകം കണ്ടെത്തിയത്? ഓസോൺ വാതകം കണ്ടെത്തിയത് ക്രിസ്റ്റ്യൻ ഫ്രെഡറിക് ഷോൺബെയിൻ. ക്രിസ്റ്റ്യൻ ഫ്രെഡറിക് ഷോൺബെയിനാണ് ഓസോൺ വാതകം കണ്ടെത്തിയത്. ഓസോൺ പാളി കണ്ടെത്തിയത്? ഓസോൺ പാളി കണ്ടെത്തിയത് ചാൾസ് ഫാബ്രിയും ഹെൻറി ബ്യൂസനുമാണ് ഓസോൺ പാളി കണ്ടെത്തിയത്. ചാൾസ് ഫാബ്രി, ഹെൻറി ബ്യൂസൻ. ഓസോൺ പാളിയുടെ നിറം? ഓസോൺ പാളിയുടെ നിറം ഇളം നീല. ഇളം നീലയാണ് ഓസോൺ പാളിയുടെ നിറം. ലോക ഓസോൺ ദിനം. ലോക ഓസോൺ ദിനം എന്നാണ് സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനം. ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ, ഹാലോൺ, കാർബൺ മോണോക്സൈഡ്, ക്ലോറിൻ തുടങ്ങിയ വാതകങ്ങൾ മൂലം ഓസോൺ പാളിക്കുണ്ടാകുന്ന ശോഷണം അറിയപ്പെടുന്നത് ഓസോൺ സുഷിരം. ഓസോൺ സുഷിരം എന്നാണ് ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ, ഹാലോൺ, കാർബൺ മോണോക്സൈഡ്, ക്ലോറിൻ തുടങ്ങിയ വാതകങ്ങൾ മൂലം ഓസോൺ പാളിക്കുണ്ടാകുന്ന ശോഷണം അറിയപ്പെടുന്നത്. ക്ലോറോ ഫ്ലൂറോ കാർബൺ കണ്ടെത്തിയത്? ക്ലോറോ ഫ്ലൂറോ കാർബൺ കണ്ടെത്തിയത് തോമസ് മിഡ്ജ്ലി. തോമസ് മിഡ്ജ്ലിയാണ് ക്ലോറോ ഫ്ലൂറോ കാർബൺ കണ്ടെത്തിയത്. ഹരിതഗൃഹ പ്രഭാവത്തിനും ആഗോളതാപനത്തിനും കാരണമാകുന്ന പ്രധാന വാതകം? കാർബൺ ഡൈ ഓക്സൈഡ്, CO2. കാർബൺ ഡൈ ഓക്സൈഡാണ് ഹരിതഗൃഹ പ്രഭാവത്തിനും ആഗോളതാപനത്തിനും കാരണമാകുന്ന പ്രധാന വാതകം. 20-ാം നൂറ്റാണ്ടിൽ ഹരിതഗൃഹ വാതകങ്ങളുടെ അളവിലുണ്ടായ ക്രമാതീതമായ വർധനവ് അന്തരീക്ഷത്തിൻ്റെ ശരാശരി താപനിലയിൽ വരുത്തിയ വർധനവ് 0.4 ഡിഗ്രി സെൽഷ്യസ് ആണ് 20-ാം നൂറ്റാണ്ടിൽ ഹരിതഗൃഹവാതകങ്ങളുടെ അളവിലുണ്ടായ ക്രമാതീതമായ വർധനവ് അന്തരീക്ഷത്തിൻ്റെ ശരാശരി താപനിലയിൽ വരുത്തിയ വർധനവ്. ഹരിതഗൃഹ പ്രഭാവം കണ്ടെത്തിയത്? ഹരിതഗൃഹ പ്രഭാവം കണ്ടെത്തിയത് ജോസഫ് ഫോറിയർ. ജോസഫ് ഫോറിയറാണ് ഹരിതഗൃഹ പ്രഭാവം കണ്ടെത്തിയത്. ആഗോളതാപന ഫലമായി ആദ്യമായി വംശനാശം സംഭവിച്ച ജീവി? ആഗോളതാപന ഫലമായി ആദ്യമായി വംശനാശം സംഭവിച്ച ജീവി സ്വർണ്ണത്തവള. സ്വർണ്ണത്തവളയാണ്
ആഗോളതാപന ഫലമായി ആദ്യമായി വംശനാശം സംഭവിച്ച ജീവി? ആഗോളതാപനം മരമാണ് മറുപടി എന്നത് ഏത് പദ്ധതിയുടെ മുദ്രാവാക്യമാണ്? ഹരിത കേരളം പദ്ധതിയുടെ മുദ്രാവാക്യമാണ് ആഗോളതാപനം മരമാണ് മറുപടി എന്നത്. ഹരിതഗൃഹ വാതകങ്ങൾ നിയന്ത്രിക്കുന്നതിനായുള്ള ആഗോള ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്? ക്യോട്ടോ പ്രോട്ടോക്കോൾ. 2005 നിലവിൽ വന്ന ക്യോട്ടോ പ്രോട്ടോക്കോളാണ് ഹരിതഗൃഹ വാതകങ്ങൾ നിയന്ത്രിക്കുന്നതിനായുള്ള ആഗോള ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇന്ത്യയിൽ ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനമായി ആചരിക്കുന്നത്? ഇന്ത്യയിൽ ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 2 ഇന്ത്യയിൽ ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനമായി ആചരിക്കുന്നത്. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് സ്ഥാപിതമായ വർഷം? കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് സ്ഥാപിതമായ വർഷം 1974 കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് സ്ഥാപിതമായത്. കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് സ്ഥാപിതമായ വർഷം? കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് സ്ഥാപിതമായ വർഷം 1974. തിരുവനന്തപുരം ആസ്ഥാനമായി 1974 കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് സ്ഥാപിതമായത്. ഇന്ത്യയിൽ ആദ്യത്തെ സംസ്ഥാനതല മലിനീകരണ നിയന്ത്രണ ബോർഡ് സ്ഥാപിതമായത് എവിടെയാണ്? കേരളം. ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിലാണ് സംസ്ഥാനതല മലിനീകരണ നിയന്ത്രണ ബോർഡ് സ്ഥാപിതമായത്. ഇന്ത്യയിൽ വായുമലിനീകരണ നിയന്ത്രണ നിയമം നിലവിൽ വന്നത്? ഇന്ത്യയിൽ വായുമലിനീകരണ നിയന്ത്രണ നിയമം നിലവിൽ വന്നത് 1981 ഇന്ത്യയിൽ വായുമലിനീകരണ നിയന്ത്രണ നിയമം നിലവിൽ വന്നത്. വായുമലിനീകരണം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നിയന്ത്രിക്കാനായി കേന്ദ്ര സർക്കാർ വാഹനങ്ങൾക്ക് നിർബന്ധമാക്കിയ മാനദണ്ഡം അറിയപ്പെടുന്നത്? BS6 ഭാരത് സ്റ്റേജ് 6. വായുമലിനീകരണം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നിയന്ത്രിക്കാനായി കേന്ദ്ര സർക്കാർ വാഹനങ്ങൾക്ക് നിർബന്ധമാക്കിയ മാനദണ്ഡമാണ് BS6 ഭാരത് സ്റ്റേജ് 6. വാഹനങ്ങൾ പുറന്തള്ളുന്ന ഒരു വായു മലിനീകാരി? ലെഡ്. വാഹനങ്ങൾ പുറന്തള്ളുന്ന ഒരു വായുമലിനീകാരിയാണ് ലെഡ്. ആദ്യ ഇന്റർനാഷണൽ ഡേ ഓഫ് ക്ലീൻ എയർ ഫോർ ബ്ലൂ സ്കൈസ് ദിനമായി UN ആചരിച്ചത് എന്നാണ്? 2020 സെപ്റ്റംബർ 7 ആദ്യ ഇന്റർനാഷണൽ ഡേ ഓഫ് ക്ലീൻ എയർ ഫോർ ബ്ലൂ സ്കൈസ് ദിനമായി UN ആചരിച്ചത്. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന വായുമലിനീകരണം കുറയ്ക്കുന്നതിനായി നീതി ആയോഗിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച 15 കർമ്മ പദ്ധതി? ബ്രീത്ത് ഇന്ത്യ. ബ്രീത്ത് ഇന്ത്യ എന്ന പദ്ധതിയാണ് ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന വായുമലിനീകരണം കുറയ്ക്കുന്നതിനായി നീതി ആയോഗിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച 15 കർമ്മ പദ്ധതി. ശുദ്ധവായു ശ്വസിക്കാനായി ഓക്സിജൻ പാർലറുകൾ ആരംഭിച്ച ഇന്ത്യൻ നഗരം? ശുദ്ധവായു ശ്വസിക്കാനായി ഓക്സിജൻ പാർലറുകൾ ആരംഭിച്ച ഇന്ത്യൻ നഗരം ന്യൂഡൽഹി. ന്യൂഡൽഹിയാണ് ശുദ്ധവായു ശ്വസിക്കാനായി ഓക്സിജൻ പാർലറുകൾ ആരംഭിച്ച ഇന്ത്യൻ നഗരം. ഇന്ത്യയിൽ ആദ്യമായി ഓക്സിജൻ പാർലറുകൾ ആരംഭിച്ച റെയിൽവേ സ്റ്റേഷൻ? ഇന്ത്യയിൽ ആദ്യമായി ഓക്സിജൻ പാർലറുകൾ ആരംഭിച്ച റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? നാസിക് റെയിൽവേ സ്റ്റേഷൻ. മഹാരാഷ്ട്രയിലെ നാസിക് റെയിൽവേ സ്റ്റേഷനിലാണ് ഇന്ത്യയിൽ ആദ്യമായി ഓക്സിജൻ പാർലറുകൾ ആരംഭിച്ച റെയിൽവേ സ്റ്റേഷൻ. അമ്ല സ്വഭാവമുള്ള നൈട്രജൻ്റെയും സൾഫറിൻ്റെയും സംയുക്തങ്ങൾ മഴയിൽ അലിഞ്ഞു ചേരുന്നത് മൂലം ഉണ്ടാകുന്നത്? അമ്ലമഴ. അമ്ലമഴയ്ക്ക് കാരണമാകുന്നത് അമ്ല സ്വഭാവമുള്ള നൈട്രജൻ്റെയും സൾഫറിൻ്റെയും സംയുക്തങ്ങൾ മഴയിൽ അലിഞ്ഞു ചേരുന്നത് മൂലമാണ്. ഇന്ത്യയിൽ ജലമലിനീകരണ നിയന്ത്രണ നിയമം നിലവിൽ വന്നത്? ഇന്ത്യയിൽ ജലമലിനീകരണ നിയമം നിലവിൽ വന്നത് 1974 ഇന്ത്യയിൽ ജലമലിനീകരണ നിയന്ത്രണ നിയമം നിലവിൽ വന്നത്. ജലമലിനീകരണത്തിൻ്റെ തോത് അറിയാനായി ഉപയോഗിക്കുന്നത്? ജലമലിനീകരണത്തിൻ്റെ തോത് അറിയാനായി ഉപയോഗിക്കുന്നത് BOD, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. BOD ആണ് ജലമലിനീകരണത്തിൻ്റെ തോത് അറിയാനായി ഉപയോഗിക്കുന്നത്. ശുദ്ധജലത്തിൻ്റെ BOD മൂല്യം? ശുദ്ധജലത്തിൻ്റെ BOD മൂല്യം എത്രയാണ്? 5 ppm താഴെയാണ് ശുദ്ധജലത്തിൻ്റെ BOD മൂല്യം. മലിനജലത്തിൻ്റെ BOD മൂല്യം? മലിനജലത്തിൻ്റെ BOD മൂല്യം 17 ppm കൂടുതലാണ് മലിനജലത്തിൻ്റെ BOD മൂല്യം. ഗംഗ പുനരുജ്ജീവന പദ്ധതി? ഗംഗ പുനരുജ്ജീവന പദ്ധതി ഏതാണ്?
നമാമി ഗംഗ എന്ന പദ്ധതിയാണ് ഗംഗ പുനരുജ്ജീവന പദ്ധതി. സെന്റർ ഫോർ വാട്ടർ റിസോഴ്സ് ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് നടത്തിയ പഠനത്തിൽ കേരളത്തിൽ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദി പെരിയാർ. പെരിയാർ നദിയാണ് സെന്റർ ഫോർ വാട്ടർ റിസോഴ്സ് ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് നടത്തിയ പഠനത്തിൽ കേരളത്തിൽ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദി. രണ്ടാമത്തേത് പമ്പയാണ്. മാവൂരിലെ ഗ്വാളിയോർ റയോൺസിൽ നിന്നുള്ള അഴുക്കിനാൽ മലിനീകരിക്കപ്പെട്ട നദി ഏതാണ്? ചാലിയാർ. ചാലിയാർ നദിയാണ് മാവൂരിലെ ഗ്വാളിയോർ റയോൺസിൽ നിന്നുള്ള അഴുക്കിനാൽ മലിനീകരിക്കപ്പെട്ട നദി. വായു ജല മലിനീകരണത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ ലഹള. വായു ജല മലിനീകരണത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ ലഹള ഏതാണ്? ചാലിയാർ ലഹളയാണ് വായു ജല മലിനീകരണത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ ലഹള. അന്താരാഷ്ട്ര ജലദിനം. അന്താരാഷ്ട്ര ജലദിനം എന്നാണ്. മാർച്ച് 22-നാണ് അന്താരാഷ്ട്ര ജലദിനം. ലോക മണ്ണ് ദിനം. ലോക മണ്ണ് ദിനം എന്നാണ്. ഡിസംബർ 5-നാണ് ലോക മണ്ണ് ദിനം. ശുചിത്വമുള്ള രാഷ്ട്രം എന്ന ലക്ഷ്യവുമായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി. ശുചിത്വമുള്ള രാഷ്ട്രം എന്ന ലക്ഷ്യവുമായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്വച്ഛ് ഭാരത്. സ്വച്ഛ് ഭാരത് പദ്ധതി ആരംഭിച്ചത്. സ്വച്ഛ് ഭാരത് പദ്ധതി ആരംഭിച്ചത് 2014 ഒക്ടോബർ 2-നാണ് സ്വച്ഛ് ഭാരത് പദ്ധതി ആരംഭിച്ചത്. ഹരിത കേരളം മിഷന്റെ ഭാഗമായി ഉപയോഗശൂന്യമായ പേനകൾ ശേഖരിച്ച് പുനഃചംക്രമണത്തിന് കൈമാറുന്ന പെൻ ഫ്രണ്ട് പദ്ധതി ആരംഭിച്ച സ്ഥലം കാഞ്ഞങ്ങാട്. കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാടാണ് ഹരിത കേരളം മിഷന്റെ ഭാഗമായി ഉപയോഗശൂന്യമായ പേനകൾ ശേഖരിച്ച് പുനഃചംക്രമണത്തിന് കൈമാറുന്ന പെൻ ഫ്രണ്ട് പദ്ധതി ആരംഭിച്ച സ്ഥലം. ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കുകൾ കേരളത്തിൽ നിരോധിച്ചത്. ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കുകൾ കേരളത്തിൽ നിരോധിച്ചത് എന്നാണ്. 2020 ജനുവരി 1 മുതലാണ് ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കുകൾ കേരളത്തിൽ നിരോധിച്ചത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് നഗരസഭയിൽ എത്തിക്കുന്നവർക്ക് ഭക്ഷണ പാക്കറ്റ് പകരം നൽകുന്ന പ്ലാസ്റ്റിക് തരൂ ഭക്ഷണം തരാം പദ്ധതി ആരംഭിച്ച ജില്ല മലപ്പുറം ജില്ലയാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് നഗരസഭയിൽ എത്തിക്കുന്നവർക്ക് ഭക്ഷണ പാക്കറ്റ് പകരം നൽകുന്ന പ്ലാസ്റ്റിക് തരൂ ഭക്ഷണം തരാം പദ്ധതി ആരംഭിച്ച ജില്ല. പരിസ്ഥിതി സൗഹാർദ്ദപരമല്ലാത്ത മാലിന്യ സംസ്കരണ രീതി. പരിസ്ഥിതി സൗഹാർദ്ദപരമല്ലാത്ത മാലിന്യ സംസ്കരണ രീതി ഏതാണ്? മാലിന്യങ്ങൾ കത്തിക്കലാണ് പരിസ്ഥിതി സൗഹാർദ്ദപരമല്ലാത്ത മാലിന്യ സംസ്കരണ രീതി. ഇന്ത്യയിലെ ആദ്യ മാലിന്യ ഇലക്ട്രോണിക് വേസ്റ്റ് സംസ്കരണ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ്? ബംഗളൂരുവിലാണ് ഇന്ത്യയിലെ ആദ്യ മാലിന്യ സംസ്കരണ പ്ലാന്റ് നിലവിൽ വന്നത്. ഇന്ത്യയിലെ ആദ്യ മാലിന്യ ക്ലിനിക്ക് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യ മാലിന്യ ക്ലിനിക്ക് എവിടെയാണ്? ഭോപ്പാലിലാണ് ഇന്ത്യയിലെ ആദ്യ മാലിന്യ ക്ലിനിക്ക് നിലവിൽ വന്നത്. ജലത്തിൽ കൂടുതൽ പായലുകൾ വളരുമ്പോൾ അവ ജീർണിച്ച് ഓക്സിജന്റെ അളവ് കുറയുന്ന പ്രക്രിയ യൂട്രോഫിക്കേഷൻ. യൂട്രോഫിക്കേഷൻ എന്ന പ്രക്രിയയാണ് ജലത്തിൽ കൂടുതൽ പായലുകൾ വളരുമ്പോൾ അവ ജീർണിച്ച് ഓക്സിജന്റെ അളവ് കുറയുന്ന പ്രക്രിയ അറിയപ്പെടുന്നത്. നവധാന്യ എന്ന പ്രസ്ഥാനം രൂപവൽക്കരിച്ച പരിസ്ഥിതി പ്രവർത്തക. നവധാന്യ എന്ന പ്രസ്ഥാനം രൂപവൽക്കരിച്ച പരിസ്ഥിതി പ്രവർത്തക വന്ദന ശിവയാണ് നവധാന്യ എന്ന പ്രസ്ഥാനം രൂപവൽക്കരിച്ച പരിസ്ഥിതി പ്രവർത്തക. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖല ഏതു പേരിൽ അറിയപ്പെടുന്നു? ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖല ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ജൈവമണ്ഡലം, ബയോസ്ഫിയർ. ജൈവമണ്ഡലം എന്നാണ് ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖല അറിയപ്പെടുന്നത്. സംരക്ഷിത ജൈവമണ്ഡല പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ 10ാമത്തെ ജൈവമണ്ഡലം ഏത്? അഗസ്ത്യമല. അഗസ്ത്യമലയാണ് സംരക്ഷിത ജൈവമണ്ഡല പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ 10ാമത്തെ ജൈവമണ്ഡലം. കരയിലും ജലത്തിലും അന്തരീക്ഷത്തിലും ഉൾപ്പെടുന്ന മുഴുവൻ സസ്യജന്തു സൂക്ഷ്മജീവികളെയും ചേർത്ത് പറയുന്ന പേര് ജീവമണ്ഡലം. കരയിലും ജലത്തിലും അന്തരീക്ഷത്തിലും ഉൾപ്പെടുന്ന മുഴുവൻ സസ്യജന്തു സൂക്ഷ്മജീവികളെയും ചേർത്ത് പറയുന്ന പേരാണ് ജീവമണ്ഡലം. ജീവമണ്ഡലത്തിൻ്റെ അടിസ്ഥാന ഘടകം. ജീവമണ്ഡലത്തിൻ്റെ അടിസ്ഥാന ഘടകം ആവാസ വ്യവസ്ഥയാണ് ജീവമണ്ഡലത്തിൻ്റെ അടിസ്ഥാന ഘടകം.
ഒരു ജീവിയുടെ ചുറ്റുപാടിലുള്ളതും അതിൻ്റെ നിലനിൽപ്പിൽ സ്വാധീനം ചെലുത്തുന്നതുമായ മറ്റ് ജീവികളും അവയുടെ പ്രവർത്തനങ്ങൾക്കും പറയുന്ന പേര്. ജീവിയ ഘടകങ്ങൾ. ജീവിയ ഘടകങ്ങൾ എന്നാണ് ഒരു ജീവിയുടെ ചുറ്റുപാടിലുള്ളതും അതിൻ്റെ നിലനിൽപ്പിൽ സ്വാധീനം ചെലുത്തുന്നതുമായ മറ്റ് ജീവികളും അവയുടെ പ്രവർത്തനങ്ങൾക്കും പറയുന്ന പേര്. താപം, പ്രകാശം, ജലം, മണ്ണ് തുടങ്ങിയ ഘടകങ്ങൾക്ക് പറയുന്ന പേര്. അജീവീയ ഘടകങ്ങൾ. താപം, പ്രകാശം, ജലം, മണ്ണ് തുടങ്ങിയ ഘടകങ്ങൾക്ക് പറയുന്ന പേരാണ് അജീവീയ ഘടകങ്ങൾ. ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകർ എന്നറിയപ്പെടുന്നത്. ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകർ എന്നറിയപ്പെടുന്നത് ഹരിത സസ്യങ്ങളാണ്. ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകർ എന്നറിയപ്പെടുന്നത്. പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി പ്രശ്നങ്ങൾ പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റി. പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി പ്രശ്നങ്ങൾ പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി. പശ്ചിമഘട്ടത്തെ യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം. 2012 പശ്ചിമഘട്ടത്തെ യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സസ്യശാസ്ത്ര ഉദ്യാനം ബൊട്ടാനിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സസ്യശാസ്ത്ര ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സസ്യശാസ്ത്ര ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ലോക വനദിനം. ലോക വനദിനം എന്നാണ് മാർച്ച് 21 ലോക വനദിനം. ലോക കാലാവസ്ഥാ ദിനം. ലോക കാലാവസ്ഥാ ദിനം എന്നാണ് മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനം. ലോക ഭൗമദിനം. ലോക ഭൗമദിനം എന്നാണ് ഏപ്രിൽ 22 ലോക ഭൗമദിനം. ലോക തണ്ണീർത്തട ദിനം എന്നാണ്. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം. ലോക ജൈവവൈവിധ്യ ദിനം. ലോക ജൈവവൈവിധ്യ ദിനം മെയ് 22 ലോക ജൈവവൈവിധ്യ ദിനം. മണ്ണിര, തവള, ഒച്ചുകൾ, വിവിധയിനം ഷഡ്പദങ്ങൾ എന്നിവയെ ഗ്ലാസ് ടാങ്കുകളിൽ മണ്ണ് നിറച്ച് വളർത്തുന്നത് ഏത് പേരിൽ അറിയപ്പെടുന്നു? ടെറേറിയം. മണ്ണിര, തവള, ഒച്ചുകൾ, വിവിധയിനം ഷഡ്പദങ്ങൾ എന്നിവയെ ഗ്ലാസ് ടാങ്കുകളിൽ മണ്ണ് നിറച്ച് വളർത്തുന്നത് ടെറേറിയം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവവൈവിധ്യ മേഖലയ്ക്ക് പറയുന്ന പേര് കാവുകൾ. കാവുകൾ എന്നാണ് മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവവൈവിധ്യ മേഖലയ്ക്ക് പറയുന്ന പേര്. ജൈവവൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത്. ജൈവവൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? എടവക. വയനാട് ജില്ലയിലെ എടവക പഞ്ചായത്താണ് ജൈവവൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത്. ആവാസ വ്യവസ്ഥയ്ക്ക് ഉദാഹരണങ്ങൾ. ആവാസ വ്യവസ്ഥയ്ക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? കുളം, നദി, സമുദ്രം, വനം എന്നിവയാണ് ആവാസ വ്യവസ്ഥയ്ക്ക് ഉദാഹരണങ്ങളായി പറയാവുന്നത്. ഒരു ആവാസ വ്യവസ്ഥയിലെ ജീവികളെ എല്ലാം ചേർത്ത് പറയുന്ന പദം ജീവി സമുദായം. ജീവി സമുദായം എന്നാണ് ഒരു ആവാസ വ്യവസ്ഥയിലെ ജീവികളെ എല്ലാം ചേർത്ത് പറയുന്ന പദം. ആവാസ വ്യവസ്ഥയിലെ സ്വപോഷികളാണ് ഹരിതസസ്യങ്ങൾ. ആവാസ വ്യവസ്ഥയിലെ സ്വപോഷികളാണ് ഹരിതസസ്യങ്ങൾ. ആഹാര നിർമ്മിതിക്ക് സൗരോർജം ഉപയോഗിക്കുന്ന സ്വപോഷികൾക്ക് പറയുന്ന പേര് പ്രകാശപോഷികൾ. ആഹാര നിർമ്മിതിക്ക് സൗരോർജം ഉപയോഗിക്കുന്ന സ്വപോഷികൾക്ക് പറയുന്ന പേരാണ് പ്രകാശപോഷികൾ. ഒരു ഭക്ഷ്യശൃംഖല ആരംഭിക്കുന്നത് ഉൽപാദകരിൽ നിന്ന്. ഹരിതസസ്യങ്ങളായ ഉൽപാദകരിൽ നിന്നാണ് ഒരു ഭക്ഷ്യശൃംഖല ആരംഭിക്കുന്നത്. ഒരു ഭക്ഷ്യശൃംഖല അവസാനിക്കുന്നത് വിഘാടകരിലാണ്. വിഘാടകരിലാണ് ഒരു ഭക്ഷ്യശൃംഖല അവസാനിക്കുന്നത്. സംരക്ഷിക്കപ്പെടേണ്ട എല്ലാ ജൈവവിഭാഗങ്ങളെയും അതിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്കുള്ളിൽ തന്നെ സംരക്ഷിക്കുന്ന രീതിയാണ് ഇൻ സിറ്റു കൺസർവേഷൻ. ഇൻ സിറ്റു കൺസർവേഷൻ എന്നാണ് സംരക്ഷിക്കപ്പെടേണ്ട എല്ലാ ജീവിവിഭാഗങ്ങളെയും അതിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്കുള്ളിൽ തന്നെ സംരക്ഷിക്കുന്ന രീതി അറിയപ്പെടുന്നത്. ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്ന രീതി എക്സ് സിറ്റു കൺസർവേഷൻ.
എക്സ് സിറ്റു കൺസർവേഷൻ എന്നാണ് ജീവജാലങ്ങൾ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്ന രീതി അറിയപ്പെടുന്നത്. പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങൾ അറിയപ്പെടുന്നത്. പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് കമ്മ്യൂണിറ്റി റിസർവുകൾ എന്നാണ് പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങൾ അറിയപ്പെടുന്നത്. കേരളത്തിലെ ഒരു പ്രധാന കമ്മ്യൂണിറ്റി റിസർവ്. കേരളത്തിലെ ഒരു പ്രധാന കമ്മ്യൂണിറ്റി റിസർവ് കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവാണ് കേരളത്തിലെ ഒരു പ്രധാന കമ്മ്യൂണിറ്റി റിസർവ്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.